إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بدين الحق أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى സത്യവിശ്വാസികളെ സഹോദരിമാരെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ കക്ഷികളും വേർതിരിവുകളും ചേരിതിരിവുകളും ഉണ്ടാകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ കൃത്യമായ വ്യാഖ്യാന വിശദീകരണങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിട്ടുപോയതാണ്, അതല്ലെങ്കിൽ അകന്നു പോയതാണ്. അത് മനസ്സിലാക്കുന്നിടത്ത് ഖുർആനും നബിചര്യയും മനസ്സിലാക്കുന്നതിന് സഹാബികൾ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ആ വ്യാഖ്യാനമാണ് മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുക, മുസ്ലിം ഉമ്മത്തിന് ശക്തി പകരുക. മുസ്ലിംകൾക്ക് അതിലൂടെയാണ് ഇസ്സത്ത് ഉണ്ടാവുക. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ വ്യാഖ്യാനം, രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനം. ഇനി മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ച് തൻ്റെ സന്തത സഹചാരികളായി കഴിഞ്ഞുകൂടിയ സഹാബത്ത്, റസൂലുള്ളാഹിക്ക് ശേഷം നബിയിൽ നിന്ന് ഖുർആൻ, നബിയുടെ പുന്നാര വായിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചു. റസൂലുള്ള ജീവിച്ചിരിക്കെ അവരെ സംശയങ്ങളും അവരുടെ ഇടയിലുണ്ടായിരുന്ന കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി റസൂലുള്ളാഹിന്റെ മരണശേഷം ആ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട്
ഖുർആൻ വ്യാഖ്യാനിച്ച മഹാരഥന്മാരായ സ്വഹാബികളുടെ വ്യാഖ്യാനമാണ് നാം സ്വീകരിക്കേണ്ട മൂന്നാമത്തെ വ്യാഖ്യാനം. അഖ്വാലു സ്വഹാബ. സ്വഹാബത്ത് എന്തു പറഞ്ഞു? ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും സ്വഹാബത്ത് പറഞ്ഞ വ്യാഖ്യാനം കാണുക സാധ്യമല്ല, അതിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന് ഇന്ന അർത്ഥമാണ് പറഞ്ഞത്, ഈ കാര്യത്തെ അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ശരിയാം വണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സഹാബികളുടെ വ്യാഖ്യാനങ്ങളാണ് മൂന്നാമത്തേത്. അതെന്തുകൊണ്ടാ? ഒന്ന്, അവർ വഹയിന്റെ സാക്ഷികളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഓരോ ആയത്തുകളും മുഹമ്മദ് നബി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് സാക്ഷി അവരാണ്, നമ്മളാരുമല്ല. വഹയിന്റെ സാക്ഷികളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെയാണ് നമ്മൾ ഇക്കാര്യങ്ങളിൽ ഒന്നാം നമ്പറായി അവലംബിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഖുർആനിന്റെ അറബി പദങ്ങൾ. ഖുർആൻ ഖുറൈശികളുടെ അറബി ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഓരോ പദങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും അർത്ഥങ്ങളും ആശയങ്ങളും വിശദീകരണങ്ങളും വിവരണങ്ങളും ഭാഷാപരമായി അറിയുന്നവർ സ്വഹാബത്താണ്. അതാ രണ്ടാമത്തെ കാര്യം. മൂന്ന്, ആയത്തുകൾക്കുള്ള അവതീർണ പശ്ചാത്തലമുണ്ടെങ്കിൽ, അഥവാ സബബുൻ നുസൂൽ എന്ന് പറയും. ഓരോ ആയത്തുകളും എല്ലാ ആയത്തുകൾക്കും അവതീർണ പശ്ചാത്തലമില്ല. ഇന്ന ആയത്ത് അവതരിപ്പിക്കുവാനുള്ള കാരണം ഇന്നതാണ് എന്ന് പറയുന്ന ആ അവതീർണ പശ്ചാത്തലം അറിയുന്ന ഒന്നാമത്തെ വിഭാഗം അവരാണ്. തൊട്ടടുത്തത് കക്ഷിത്വമില്ലാത്ത കാലഘട്ടമാണെന്ന്. ആർക്കെങ്കിലും അനുസരിച്ചോ, ഇന്ന മദ്ഹബ് അനുസരിച്ചോ, ഇന്ന ത്വരീഖത്ത് അനുസരിച്ചോ, ഇന്ന കക്ഷിക്കനുസരിച്ചോ പറയപ്പെടുന്ന കാലഘട്ടം അല്ല. അതെല്ലാം പിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മൻഹജ് സലഫ്, സ്വഹാബത്തിന്റെ മാർഗം എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം അതാണ്. അന്ന് മദ്ഹബില്ല, അന്ന് കക്ഷികളില്ല, അന്ന് സമൂഹത്തിൽ അതിൻ്റെ പേരിൽ നടക്കുന്ന കുഴപ്പങ്ങളില്ല, ദുർവ്യാഖ്യാനങ്ങളില്ല, പറഞ്ഞു ഒപ്പിക്കലില്ല, തന്റെ കക്ഷിക്കനുസരിച്ച് കോട്ടിമാട്ടി പറയുന്ന സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കക്ഷിത്വത്തിന്റെ ഉടമകളല്ലാത്ത തെളിഞ്ഞ കാലഘട്ടത്തിന്റെ ഉടമകളാണ് അവർ. അതുകൊണ്ടാണ് അവരെ വ്യാഖ്യാനം സ്വീകരിക്കണമെന്ന് പറയുവാനുള്ള നാലാമത്തെ കാരണം. അഞ്ചാമത്തേത്, നല്ല മനക്കരുത്തും നല്ല മനപ്പാടവും നല്ല സൂക്ഷ്മതയുമുള്ള ഈ സമുദായത്തിലെ ഒന്നാമത്തെ തലമുറയാണവർ. നമ്മളാരുമല്ല. നല്ല മനപ്പാടമാക്കാനുള്ള കഴിവ്, അതേപ്രകാരം ഈമാനിയായ തൗഹീദിന്റെ ആവേശമുള്ളവർ, അതോടൊപ്പം ജീവിതത്തിൽ അങ്ങേ അറ്റത്തെ തഖ്വ പാലിക്കുന്ന വിഭാഗം. ഇതാണ് അഞ്ചാമത്തെ കാരണം. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ അവലംബിക്കേണ്ട മാർഗം സ്വഹാബത്തിന്റെ വാക്കുകളാണെന്ന് പറയാൻ കാരണം. തന്നെയുമല്ല, ഒരു നിസ്സാര കാര്യമെന്ന് പറയാൻ പാടില്ലെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് പോലും തെളിവുകൾ അന്വേഷിക്കുക എന്നത് അവരുടെ ഒരു നിർബന്ധ കാര്യമായിരുന്നു. അവർക്ക് നിർബന്ധ. അള്ള പറഞ്ഞിട്ടുണ്ടോ? റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് തലബുൽ ബയ്യിന, തെളിവന്വേഷിക്കുക, അതിൽ അവര് കണിശ സ്വഭാവക്കാരായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിങ്ങേറ്റ് പോവല്ല.
ഒരു ഉദാഹരണം പറയാ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടക്കാൻ അനുമതി ചോദിച്ചു. എങ്ങനെ അനുമതി ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക്കും അദ്ഖുലു. 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം അനുമതി ചോദിച്ചു. 3ാമത്തെ വട്ടവും അനുമതി ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് തിരിഞ്ഞു പോന്നു. ഈ തിരിഞ്ഞു പോരുന്നത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീ മടങ്ങിപ്പോവാൻ കാരണം എന്താണെന്ന് അബൂ മൂസൽ അശ്അരിയെ പിടികൂടിയും കൊണ്ട് ചോദിക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, അവർക്കിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് റസൂലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയാൽ പോരാ. അത് കേട്ടവനാര്? അത് വിവരിച്ചത് ആളാര്? അയാളെ വിശ്വാസം എന്ത്? എല്ലാം പരിശോധിക്കണം. അതാണല്ലോ സനദ് എന്ന് പറയുന്നത്. സനദ് എന്ന് പറഞ്ഞാൽ എന്താ? ശൃംഖല പരിശോധിക്കാന്ന. ഇസ്ലാമിക ചരിത്രത്തിനും ശൃംഖല വേണം, സീറത്തിനും ചരിത്രത്തിനും ഒക്കെ ശൃംഖല വേണം. അല്ലാണ്ട് നാം തോന്നിയോ പറയൂലേ. വലിയ വിവാദം ഉണ്ടായിരുന്നു നമ്മുടെ കേരളക്കരയിൽ. എന്തായിരുന്നു? മുടി. അപ്പൊ ഒരു കൂട്ടർ ചോദിച്ചു സനദ് ഉണ്ടോ? മറ്റൊരു പറഞ്ഞു സനദ് ബോംബൈ വരെ എത്തും, അവിടുന്ന് അങ്ങോട്ട് ഏതോ ദുബൈയിൽ ഏതോ ഒരാളും അവളോട് അവസാനിച്ചു. റസൂലിന്റെ മുടിയാണോ അല്ലയോ എന്നുള്ളതിന്റെ സനദില്ല, പാളിപ്പോയി. അതായി പറഞ്ഞത്. അപ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് നീ എനിക്ക് തെളിവ് ഹാജരാക്കൽ നിർബന്ധമാണ്. 3 പ്രാവശ്യം അനുമതി ചോദിച്ചാൽ അനുമതി ലഭിക്കാത്ത പക്ഷം ആ വീട്ടിൽ നിന്നും തിരിച്ചു പോരണം എന്നതിന് നീ തെളിവ് അറിയണം എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയും കൊണ്ട് ചോദിച്ചപ്പോൾ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട, അവർക്ക് പറയാനുള്ളത് അതാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരാളുടെ അടുക്കലേക്ക് കടക്കാൻ വേണ്ടി 3 പ്രാവശ്യം അനുമതി ചോദിച്ച് അനുമതി നൽകിയില്ലെങ്കിൽ അവൻ തിരിച്ചു പോരണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയും നിൽക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഇത് റസൂലുള്ള പഠിപ്പിച്ചത് കേട്ട ആളുകൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം, വിശ്വാസത്തിലേക്കല്ല. സഹാബികൾ ഓരോരുത്തരും ആദിലാണ്, നീതിമാന്മാരാ. വസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സഹാബികൾ മുഴുവനും നീതിമാന്മാരാണ്. നീതിമാനാണ് എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ട് അല്ല, ഒന്നുകൂടി ഉറപ്പുവരുത്തുകയാണ്. അത് ഞാൻ പറഞ്ഞത്. ഈ ഉറപ്പുവരുത്തിയ കക്ഷിയുടെ മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അൻസാറുകളായ സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം അബൂ മൂസ പറയുന്നുണ്ട്, ഇത് സത്യമാണോ അല്ലയോ? അപ്പൊ ആ കൂടി ആളുകൾ പറഞ്ഞു, സഹാബികളാണല്ലോ കൂടിയത്, അവര് പറഞ്ഞു നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അബൂ സഈദ് അൽ ഖുദരി, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അത് ഞങ്ങളെല്ലാം കൂടി മറുപടി പറയേണ്ട കേസല്ല. അബൂ സഈദ് അൽ ഖുദരി പറഞ്ഞു, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ട നിങ്ങൾ, വളരെ കർക്കശമായി, കണിശമായി, ഖണ്ഡിതമായി തെളിവ് ലഭിക്കുന്നത് വരെ മതപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്ന ഈ സമുദായത്തിന്റെ 1ാമത്തെ തലമുറയാണ് സഹാബത്ത്. അതുകൊണ്ടാണ് അവരെ വ്യാഖ്യാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞ്. അല്ലാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഓരോ തോന്നി വിളിച്ചിരുന്ന് കേട്ടും കേട്ട് അത് മതമായി നമ്മൾ സ്വീകരിച്ചാൽ അവിടെ ചെല്ലുമ്പോ അവരൊരു ഭാഗത്തും നമ്മളെ ദീന് വേറൊരു ഭാഗത്തുമായിരിക്കും. അങ്ങനെ ഉണ്ടാവുക. കാലങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഒഴുകി 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 വന്നപ്പോൾ ദീനല്ലാത്ത പലതും ദീനായി. അന്ന് എന്താണോ ദീന് അതേ ഇന്നും ദീനാവും. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ആവർത്തിക്കുന്നില്ല.
അപ്പൊ ഇത്രയ്ക്ക് കണിശതയുണ്ടായിരുന്നു സഹാബികൾക്ക്. വിശ്വാസിയായ നിലയിൽ റസൂലുള്ളാഹിന്റെ കൂടെ സഹവസിക്കുകയും ആ മുഅ്മിനായ നിലയിൽ മരിക്കുകയും ചെയ്ത ആൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിനെ കാണണം എന്നില്ല, കണ്ണുകൊണ്ട് മുഹമ്മദ് നബിയെ കാണണം എന്നില്ല. മുഅ്മിനായ നിലയിൽ സഹവസിച്ചു, മുഅ്മിനായ നിലയിൽ തന്നെ മരിക്കുകയും വേണം. ഇങ്ങനെയുള്ളവർക്ക് ആ സഹാബി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുമായി സഹവസിക്കാൻ അവസരം കിട്ടിയ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരാരാ? റസൂലിനെ കണ്ണുകൊണ്ട് കാണൽ മാത്രമല്ല, വഹയ് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്റെ പുന്നാര നാക്കിൽ നിന്ന് 1-ാം നമ്പറായി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർ. കേട്ടോലെ കേട്ടതല്ല, പറഞ്ഞോൻ പറഞ്ഞതല്ല, എഴുതി വെച്ച കിതാബ് വായിച്ചതല്ല. അന്നോ യാതൊരു ഫിർഖത്തുമില്ല, ഒറ്റ കക്ഷി, ഒറ്റ സമുദായം റസൂലുള്ള ജീവിച്ചിരിക്കുന്നു. അത് പഠിച്ചവരാണ് പിൽക്കാലത്ത് ഖുർആന്റെ വ്യാഖ്യാനം പറയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ അപകടം? ഒരു അപകടവുമില്ല. ഇനി ഉദാഹരണം പറയാ. ആ ഉദാഹരണവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് ത്വാഹയിലെ ആ ആയത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 6-7 സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു ആയത്താണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇവിടെയും ഞാൻ ഓതി സൂറത്ത് ത്വാഹയിലെ 5-ാമത്തെ ആയത്ത് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത് നബിയെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും ക്ലേശപ്പെടുത്തുവാനും വേണ്ടിയല്ല. ഇത് അള്ളാഹനെ ഭയപ്പെടുന്നവർക്കുള്ള ഒരു ഉപദേശമാണ്. ഉയർന്നു നിൽക്കുന്ന ആകാശങ്ങളെയും ഈ ഭൂമിയെയും സൃഷ്ടിച്ചവനിൽ നിന്നാണ് ഇതിന്റെ അവതീർണം. ആ റഹ്മാൻ അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ. ആ അല്ലാഹു അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമായ ഒരു സംഭവമാണ്. എന്താണത്? സലഫികളുടെ അള്ളാഹ് അർശിന്റെ മേലെ കയറി ഇരിക്കുകയാണ്. അല്ലാത്തവന്റെ അള്ളയോ? അല്ലാത്തവന്റെ അതൊന്നും നടക്കുകയാണ്. എല്ലായിടത്തും, കല്ലിലും പുല്ലിലും മണ്ണിലും കണ്ണിലും എല്ലാം അല്ലാഹ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്നത് 6-7 സ്ഥലങ്ങളിലുണ്ട് ഖുർആൻ. ഇസ്തിവാ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇർതഫഅ. ഇത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? അതേ നമ്മൾ പറയേണ്ടുള്ളൂ. ബാക്കിയുള്ള വേറെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് പ്രശ്നമില്ല. ഇമാം ബുഖാരിയും അതേ പ്രകാരം തന്നെ ഇമാം ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ ആയത്തിന്റെ അർത്ഥം അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ്, ഇസ്തവാ അലൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇത് റസൂലുള്ളാഹ് ഈ സഹാബികൾക്ക് ഓതി കേൾപ്പിക്കുമ്പം ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ അതെങ്ങനെയാണെന്ന്? ഇല്ല. അതിന്റെ രൂപം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചോ? ഇല്ല. അത് നമ്മൾ കയറും പോലെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചോ? ഇല്ല. അതിനുശേഷം ഈ പദം വെച്ചുകൊണ്ട് സഹാബികൾ എങ്ങനെ അതിനെ പറഞ്ഞു നോക്ക് നിങ്ങൾ. വല്ലാഹു ഫൗഖൽ അർശ് വഹുവ യഅലമു മാ അൻതും അലൈഹി റവാഹുൽ ബുഖാരി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹിക്ക് ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുത്ത ആള്. എന്തായി പറഞ്ഞത്? വല്ലാഹു ഫൗഖൽ അർശ്, അല്ലാഹു അർശിന്റെ മുകളിലാണ്. വഹുവ യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊരു നിലവാരത്തിലാണോ ആ നിലവാരം അല്ലാഹുവിന് അറിയുവാൻ കഴിയുന്നതാണ്. അവൻ അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഫിസ്സമാ എന്ന് സലഫികളായ ആളുകൾ എപ്പോൾ ചോദിച്ചാലും ഉത്തരം പറയുന്നത് ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ എങ്ങനെ? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം ഇത് ഖാലിഖാണ്, ഖൽഖല്ല, സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. എങ്ങനെ ഉപവിഷ്ടനായി, എങ്ങനെ ഉയർന്നു? അത് അള്ളാഹു അവന്റെ ബഹുമാനത്തോടും ആദരവോടും അവന്റെ സ്ഥാനത്തോടും യോജിക്കുന്ന രീതിയിലുള്ള ഉയർച്ച. അതെങ്ങനെ ഉയരാന്ന് പറഞ്ഞാൽ മേപ്പിൽ കയറി പോണത് ഏണി വേണ്ടേ? അതൊക്കെ നമ്മളെ സംബന്ധിച്ച
അള്ളാഹുവിനെ ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ടോ രൂപഭാവങ്ങൾ പറഞ്ഞുകൊണ്ടോ ഒപ്പിച്ചെടുക്കാൻ പറ്റില്ല. കാരണം സഹാബത്ത് അങ്ങനെ ഒപ്പിച്ചെടുത്തില്ല. അതെല്ലാം പിന്നീട് വന്ന അഖീദയിൽ തർക്കമുണ്ടായ ജഹ്മു ബിൻ സഫ്വാൻ, ജഹ്മിയത്തിന്റെ വാദം. ഒരു കാര്യമല്ല, അടുത്ത് നോക്ക്. ഖിയാമത്ത് നാളിൽ ഖിയാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും പറയുന്ന സംഭവത്തിൽ വയൻസിലുല്ലാഹു ഇലാ സമാഇ ദുനിയാ ഹാക്കിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യൻസിലുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവുമായി അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ ഇറങ്ങി വരിക എന്നുള്ളതിന് അള്ളാഹു ഇറങ്ങുക എന്നത് എങ്ങനെയെന്ന് ചോദിക്കാതെ അത് അള്ളാഹുവിനോട് യോജിച്ച പ്രകാരം എന്ന വിശ്വാസം സഹാബത്ത് വിശ്വസിച്ചു. അത് നമ്മളും വിശ്വസിക്കുന്നു. റസൂലിനോട് എങ്ങനെയാണ് ഇറങ്ങല്, ആ ഏണിപ്പടിമ കൂടെ താഴോട്ട് എങ്ങനെ ഇറങ്ങലാന്ന് സഹാബത്ത് ചോദിച്ചോ? ഇല്ല. അവരത് മനസ്സിലാക്കി. മനസ്സിലാക്കിയതുപോലെ പിന്നീട് അവർ പറഞ്ഞു, അത്രമാത്രം. അഥവാ പറഞ്ഞതിന് അതേപോലെ സ്ഥിരപ്പെടുത്തുകയും അതിന് രൂപങ്ങൾ നൽകുകയോ അതിനെ ഉന്മാലങ്കാരപ്പെടുത്തുകയോ എന്നാൽ ഒന്നും പറയാതെ വിട്ടുകളയുകയോ ചെയ്യാതെ ആ സ്ഥാപിച്ച കാര്യം അതുപോലെ പറഞ്ഞു. ഇനി സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. സൈനബ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു പത്രാസ് വാക്കുണ്ട്. അത് ഏതാ? സവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് 7 ആകാശത്തിന്റെ മുകളിൽ വെച്ചാണ്. 7 അതായത് സൈനബ ബിൻത് ജഹ്ഷ്, സൈനബ ബീവിയെ. അപ്പൊ 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ചാണെന്ന് പറയുമ്പോൾ മുകളിൽ എന്നുള്ളത് എങ്ങനെയെന്ന് സൈനബ ബീവിയുടെ ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. അത് അവർക്കറിയാം. അപ്പൊ അവർക്കറിയുന്ന, അവർ മനസ്സിലാക്കിയ അതുപോലെ മനസ്സിലാക്കുക. അല്ലാണ്ട് എങ്ങനെ ഉപവിഷ്ടനായി കസേരട്ടിരിക്കുകയെന്ന്, എങ്ങനെ മേലോട്ട് അല്ല ഇറങ്ങുന്നത്, അല്ല കയറുന്നത്, എങ്ങനെ ഇറങ്ങുന്നത്, സലഫികളുടെ അല്ല ഇറങ്ങുകയാണ് കയറുകയാണ് എന്നായിരുന്നു ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സൈനബ ബിൻത് ജഹ്ഷ് അവരുടെ വിശ്വാസമാണ് നമുക്ക് ആ കാര്യത്തിലുള്ളത്. നമുക്ക് ആ വിഷയത്തിൽ അതാണ് നമ്മളുടെ ഇത്. ഈ വിഷയത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷണങ്ങളിലും ഖുർആനിലും ഹദീസിലും പറഞ്ഞ എന്താണോ അത് അതേപോലെ സ്ഥിരപ്പെടുത്തുക. വ്യാഖ്യാന വിശദീകരണങ്ങളോ രൂപഭാവങ്ങളോ പറയാതിരിക്കുക. അർത്ഥം പറയാണ്ട് വിട്ടു കളയാണ്ടിരിക്കുകയും ചെയ്യുക. അതും പാടില്ല. അതിന് തഴത്തിൽ എന്നാ പറയാ. ഒന്നും പറയണ്ട, അതങ്ങനെ വിട്ടേ, അതും പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇവർ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഫൗഖൽ അർശ്, ഫൗഖ സബ്ഇ സമാവാത്ത് എന്നൊന്നും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരങ്ങനെ മനസ്സിലാക്കി, അത്ര നമ്മൾ മനസ്സിലാക്കി. അവരങ്ങനെ പറഞ്ഞു, നമ്മളും പറഞ്ഞു, അത്ര മാത്രം. ആരും ചോദിച്ചില്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അൽ-ഇസ്തിവാഉ മഅലൂം, അല്ലാഹു ഉപവിഷ്ടനായി എന്ന കാര്യം ഖുർആൻ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്. അതിന്റെ രൂപം എങ്ങനെയാണ്? വൽ കൈഫ്, അത് നമുക്കറിയാൻ കഴിയില്ല, അത് നമ്മളെ കൊണ്ട് അറിയുക സാധിക്കില്ല, ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഒരു ഇമാമല്ല, ഇമാം മാലിക് റഹിമഹുള്ള മാത്രമല്ല, ധാരാളം പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞു. ആ വിഷയം അവിടെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. സഹാബത്ത് മനസ്സിലാക്കിയതിന്റെ അവർ പറഞ്ഞതിൽ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതേ പ്രകാരം തന്നെ നമ്മളെ നാട്ടിലുള്ള വിവാദമാണ് ഭാര്യയെ തൊട്ടാൽ ഒന്നു മുറിയും. ഭാര്യയെ തൊട്ടാൽ ഒന്നു മുറിഞ്ഞു പോകും. ഇബ്നു അബ്ബാസ് എന്താ റഹിമഹുള്ള, ഇബ്നു അബ്ബാസ് റഹിമഹുള്ള ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനായ ഒരു ഖുർആൻ വ്യാഖ്യാതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖുർആൻ പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ
ഫഖിഹു, ദീൻ പഠിപ്പിച്ചു കൊടുക്കണം പടച്ചവനെ. അവന് ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനായ സ്വഹാബി. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താ? തർജുമാനുൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാതാവ്. കണ്ട, ഇപ്പൊ സൂറത്തുൻ നിസായിൽ 43-ാമത്തെ ആയത്തിൽ കാണാം, ഔ ലാമസ്തുമുൻ നിസാഅ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. അതിന് മുന്നേ പറയുന്നത് ചെറിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ടതും വലിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ലാമസ എന്നതിന് തൊട്ടു, സ്പർശിച്ചു എന്ന് മലയാള ഭാഷയിൽ അർത്ഥമുണ്ട്. പക്ഷേ ലാമസ്തും എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ജിമാഅ്, അത് സ്പർശനമല്ല, തൊടലല്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അതിന്റെ അർത്ഥം. വലാകിന്നല്ലാഹ യുകന്നി ബിമാ ശാ, അത് അള്ളാഹു മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പരസ്യമായി അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാതെ ലാമസയുലാമിസു എന്നുള്ള പദം എടുത്തുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖബ്ബിലു ബഅദ അസ്വാജിഹി സുമ്മ യുസല്ലി വലാ യതവല്ല, റവാഹു തിർമിദി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുള്ളവനായ നിലയിൽ തന്റെ ഭാര്യമാരിൽ ചിലരെ ചുംബിക്കാറുണ്ടായിരുന്നു. പിന്നെ റസൂല് ഒന്നും എടുക്കാതെ റസൂൽ നമസ്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം. അതാണ് അതിനുള്ള തെളിവ്. നമ്മുടെ നാട്ടില് ഹജ്ജിന്റെ ക്ലാസ്സിൽ പണ്ഡിതന്മാർ പറയും, മക്കയിലെത്തുമ്പോൾ നിങ്ങൾ മദ്ഹബ് മാറിയാൽ മതി. ഇതെന്താ പാൻറ്റും ഷർട്ടും മാറലാണ്? ഇവിടെ അല്ല നമ്മൾ ഷാഫിയാക്കളായിട്ട് ഇങ്ങനെ നിലനിൽക്കുക. തൊട്ടാൽ മുറിയും, തൊട്ടാൽ ഭാര്യ തൊട്ടാ മുറിയും. ഇവർക്കറിയാം, മക്കയിൽ പോയി ഓളെ കയ്യും മര്യാദയ്ക്ക് പിടിച്ചില്ലെങ്കിൽ തിരിച്ചു പോരുമ്പോൾ ഓള് കൂടെ ഉണ്ടാവില്ല, ഓള് വരലോകത്തില്ലോ. അപ്പൊ ഒറ്റ മാറ്റാണ്. എന്തെന്ന് അത് മദ്ഹബ് മാറിയാൽ മതി എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നു മാറണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. നമ്മൾ പറയുന്നു മന്നജുസ്സലഫ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നിടത്തൊക്കെ പോണ്ട. അങ്ങനെ ഓരോ അതിർത്തി കഴിയുമ്പോഴും മാറി മാറി നടക്കുന്ന ദീന് അല്ല ഇസ്ലാം. പാലക്കാട്ട് തൊട്ടാ ഒന്നും മുറിയും, മലപ്പുറത്തെത്തിയാ ഒന്നും അല്ല മുറിയില്ല, പാലക്കാട്ട് മുറിയൂല. ഒരേ പുസ്തകത്തിൽ, ഒരേ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുസ്തകത്തിൽ തന്നെ. ഞാനത് അങ്ങനെ ഒരു വിമർശനം നടത്തല്ല. അതാ പറയുന്നത് അൽ ജിമാഅ്. അതുകൊണ്ട് ഉദ്ദേശം ശാരീരിക ബന്ധമാണ്, അല്ലാതെ തൊട്ടാ ഒന്നും മുറിയുമെന്ന് അല്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇത് എവിടെ കിടക്കുന്ന കാര്യങ്ങള്? തഫ്സീർ ഇബ്നു കസീർ മറച്ചാൽ ഈ 43-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ റഹിമഹുല്ലാഹിയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാ. ഈ തിർമിദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സുമ്മ യുസല്ലി വലാ യതവല്ല, റസൂലുള്ളാഹി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ബലങ്ങനെ കിടക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് ചെല്ലുമ്പോൾ ആയിഷാവിയുടെ കാല് കൈകൊണ്ട് ഇങ്ങനെ തട്ടും. നമ്മളാണെങ്കിലോ അയ്യേ രക്ഷല്ല, തൊട്ട് ഇനി ഇവിടെ കിടന്ന് എൻ്റെ ഒന്നും മുറിഞ്ഞ് നിസ്കാരവും മുറിഞ്ഞ്. കാരണം നിസ്കാരത്തിലാണല്ലോ. അങ്ങനെ എത്ര സംഭവങ്ങൾ കാണാം. ഇതിൻ്റെ അർത്ഥം ഒന്നുണ്ടാക്കിയാലെല്ലാം പോയി ഭാര്യനെ ഇങ്ങനെ തുടർന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. ബൈ ചാൻസിൽ സ്പർശിച്ചു പോയാൽ, തൊട്ടു പോയാൽ ഒന്നും എന്താകുകയില്ല, നഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വ്യാഖ്യാനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി താബിഉകൾ അടുത്തത്, അത് 4-ാമത്തെ വിഭാഗമാണ്. ഞാൻ പരത്തി കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. താബിഉകൾ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബികളിൽ നിന്ന് ഡയറക്റ്റ് നേരിക്ക് നേരെ ദീൻ പഠിച്ച ആളുകൾ. നമ്മൾ ശരിക്കും വിലയിരുത്തണം ഈ വിഷയം. ആരാണ് സഹാബത്ത്? ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? എന്നിട്ട് മതി അതിന്റെ ശേഷം വന്ന 300-ന് ശേഷം വന്ന ആളുകളെ പിന്നെ ആലോചിച്ചാൽ മതി. ഓരെ പറ്റി 150-ൽ വന്നോനും 100-ൽ വന്നോനുമല്ലോ, ഇത് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. വന്നവരെ പറ്റി പിന്നെ ആലോചിച്ചാൽ മതി. കാരണം ഇതെന്താ? റസൂല്, സഹാബത്ത്, സഹാബത്ത് താബിഈൻ. മുജാഹിദ് റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹയുടെ ശിഷ്യനാണ്.
ഇങ്ങനെ ഡസക്കണക്കായ ശിഷ്യന്മാർ മക്കയിലും മദീനയിലുമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പിൽക്കാല താബിഈകളായി നമുക്ക് കാണാൻ സാധിക്കും. അൻ ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയല്ല. അൻ മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, താബിഈ പണ്ഡിതനാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന സൂറത്ത് ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് അള്ളാന്റെ പുണ്യം ലഭിക്കയില്ല, ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു തോട്ടം കൊടുത്തതല്ല, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഇവിടെ നിങ്ങൾ ബിർറ് എന്നതിന് എന്താണ് അർത്ഥം? നിങ്ങൾക്ക് ബിർറ് ലഭിക്കയില്ല. ബിർറ് എന്ന വാക്കിന്റെ അർത്ഥം പുണ്യം, നന്മ എന്നൊക്കെയാണ് വാക്കർത്ഥം. പക്ഷേ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു ഐ അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. കാരണം അതെന്താ? സഹാബികളിൽ നിന്ന് അദ്ദേഹം അത് കേട്ടുപഠിച്ചിട്ടുണ്ട്. ഓരോ ഉസ്താദാക്കന്മാരെല്ലാം സഹാബത്താണ്, ഓരോ ഉസ്താദുമാരെല്ലാം ആരാന്ന്? സഹാബത്താണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള ധനത്തിൽ നിന്ന് ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഖത്താദ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്. അപ്പോൾ നാലാമത്തേതായിരിക്കുന്ന വ്യാഖ്യാനം അവരുടെ വാക്കുകളും അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കുക എന്നതാണ്. പിന്നെ ഖുർആനിന്റെ ഭാഷകൾ വാക്കർത്ഥം പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും അബദ്ധത്തിൽ ചാടും. നിങ്ങൾക്കറിയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യു അർളിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുമില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലം അഅലം. എനിക്കറിയാത്ത ഒരു കാര്യം അള്ളാന്റെ കിതാബിൽ ഞാൻ ഒപ്പിച്ച് എനിക്കനുസരിച്ച് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒപ്പിച്ചു പറഞ്ഞാൽ, അറിവില്ലായ്മ പറഞ്ഞാൽ, ഏത് ഭൂമിയാണ് എന്നെ ഏറ്റെടുക്കുക, ഏത് ആകാശമാണ് എനിക്ക് നിഴൽ തരിക? ആരും തരില്ല. അതുകൊണ്ട് അത് പറയാൻ ഞാനില്ല. തന്നെയുമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അറിവില്ലാത്ത തന്റെ അഭിപ്രായമായി വല്ലവനും പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്തു. നരകത്തിൽ അവൻ സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അല്ലാത്തവരോട് ദ്വാരക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഖുർആനിൽ തെളിവുണ്ട് എന്ന് ഓതിയ പണ്ഡിതന്മാരോ എവിടെയെന്ന് ഞാൻ പറയില്ല, കാരണം അതിന്റെ ലൈസൻസ് ഒന്നും നമ്മളെ കയ്യിലല്ലല്ലോ. ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞവർ ഏത് അടിസ്ഥാനത്തിൽ? ഏത് ഖുർആനിൽ? എന്ന ആ ഹദീസ് വളരെ നമ്മളെ പേടിപ്പെടുത്തുന്നത്. അറിവില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എന്തിനു വെറുതെ നമ്മളെ വക പറഞ്ഞു ഒപ്പിക്കണം? അതിനാണ് തഫ്സീറും ബിർറഅയ്, തന്റെ അഭിപ്രായം അനുസരിച്ചുള്ള വ്യാഖ്യാനം. ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ കാണുക, എന്നിട്ട് അതിനനുസരിച്ച് ഒരു ആയത്ത് ഞാൻ വളച്ചൊടുത്തുണ്ടാക്കി പറയാം. അതിനാണ് തഫ്സീറും ബിർറഅയ്. നമ്മൾ ഈ പറഞ്ഞതിനോ തഫ്സീറും ബിൽ മഅ്സൂർ, പ്രമാണബദ്ധമായ രീതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞത്. ആ വ്യാഖ്യാനം നേരെ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മുസ്ലിം സമുദായത്തിൽ എന്തില്ല? ഒരു കക്ഷിത്വമില്ല, ഫിർഖത്തുമില്ല, ഒരു മദ്ഹബുമില്ല, ഒന്നുമില്ല, കൃത്യമായിരിക്കും. അതുകൊണ്ട് സലഫുകളുടെ മൻഹജ് അനുസരിച്ച്, സലഫിന്റെ മാർഗമനുസരിച്ച് ഖുർആൻ അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള ആ മാർഗങ്ങൾ നമ്മൾ പഠിക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.